welcome back to Gatus vlog. ഇന്ന് നമ്മൾ ഡെസേർട്ട് സഫാരിക്കാണ് പോകാൻ പോകുന്നത്. Let's go. ഇത് അജ്മാനിൽ ഞങ്ങൾ താമസിച്ച ഫ്ലാറ്റിൻ്റെ ഒരു ഏരിയ ഉണ്ടോ, ഞങ്ങളുടെ കസിൻസിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചതെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഏരിയ ആണിത്. അപ്പോൾ നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും റെഡി ആയിട്ട് നമ്മളത് വണ്ടിയിൽ നമ്മൾ ഇരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരും ഡെസേർട്ട് സഫാരിക്ക് പോകുന്നതുകൊണ്ട് തന്നെ. പക്ഷേ നമ്മുടെ ദുബായ് ട്രിപ്പ് കഴിയാറായിരുന്നു ആലോചിക്കുമ്പോൾ ചെറിയൊരു സങ്കടമുണ്ട്. എന്നാൽ പിന്നെ ഡെസേർട്ട് സഫാരിക്ക് പോകാൻ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. എനിക്ക് ഈ ദുബായ് ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഈ ഡെസേർട്ട് സഫാരി എന്ന് പറയുന്നത്. നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് കാം ആൻഡ് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന കുറച്ച് സമയം കൂടിയാണ് അതെന്ന് പറയുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഡെസേർട്ട് സഫാരി സ്റ്റാർട്ട് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ എത്തി. ആദ്യം തന്നെ നമ്മളെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഏരിയയിൽ വന്നിട്ട് അതിന് ശേഷമാണ് അവർ നമ്മളെ വേറെ സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മളെ ഒരു വണ്ടിയിൽ കയറ്റിയിട്ടാണ് ഡെസേർട്ട് സഫാരിക്ക് വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഞങ്ങളുടെ ബാക്കിൽ തന്നെയായിട്ട് കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് വന്നവരും അല്ലാതെയും ഇൻഡിവിജ്വലായിട്ട് വന്നവരും അങ്ങനെ കുറേ പേരുണ്ട്. ഫാമിലി മെമ്പേഴ്സായിട്ട് അങ്ങനെ ഓരോരുത്തർ വന്നവരുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുള്ള കാർ അറേഞ്ച് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഞങ്ങളുടെ കാറ് വരാനുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങളിപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന വണ്ടി. ഇവർ ഈ ഡെസേർട്ട് സഫാരിക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്നത് കുറച്ച് ഹൈ എൻഡ് വണ്ടികളിലായിരിക്കും, ലാൻഡ് ക്രൂസ് പോലത്തുള്ള വണ്ടികളിലായിരിക്കും അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോയത് ഈ ഒരു വണ്ടിയിലായിരുന്നു. കണ്ടില്ല, ഡെസേർട്ട് കിങ് ലാൻഡ് ക്രൂസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട്. അപ്പോൾ കാരണം ഈ ഡെസേർട്ടിലേക്ക് ഓടിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ഹൈ എൻഡ് വണ്ടികൾക്ക് മാത്രമേ ഓടിക്കാൻ പോകുള്ളൂ. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങി.
അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമ്മൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പക്ഷേ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തിയ പോലെ തോന്നി കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് കുറേ നേരം എടുത്തിട്ടാണ് അവർ നമ്മളിങ്ങനെ ഫുൾ ചുറ്റി മാക്സിമം ആ വണ്ടിയുടെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് തന്നിട്ടാണ് നമ്മളെ ഇറക്കി വിട്ടുള്ളൂ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് തന്നെ എത്തിയ പോലെ എനിക്ക് തോന്നി. ഇന്നൂസ് ആദ്യമൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ, ഭയങ്കര കൂക്കി വിളിയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് വണ്ടി കുലുങ്ങാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് ചെറുതായിട്ട് പേടിയായി തുടങ്ങി. പിന്നെ ഈ വെയിലിൻ്റെ ഇത് ചെറുതായിട്ട് ഇങ്ങനെ കണ്ണിലേക്ക് അടിക്കുന്ന അവളിങ്ങനെ അനങ്ങാതിരിക്കുകയായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ കരയുമെന്ന് ഞങ്ങൾക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വലിയ കുഴപ്പമില്ലാതെ ആൾ സെറ്റായിരുന്നു. അപ്പോൾ ഇത് ദൂരെ കാണുന്നതാണ് നമ്മളുടെ ക്യാമ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കുറേ ക്യാമ്പ് ഈ ഒരു ഏരിയയിൽ തന്നെ ഉണ്ട്. അവരിങ്ങനെ കുറേ ഡിവൈഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ ക്യാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ഇത് മോളെ? വളരെ നല്ലതായിരുന്നു. ഇന്നു ಎಲ್ಲ താലിന്നു. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴേക്കും നിവ്യയുടെ തലയിൽ ഒരു ചേട്ടൻ തലപ്പാവ് കെട്ടി കൊടുക്കുന്നു. അപ്പോൾ ഞാനും അവിടെ നിൽക്കുന്ന സമയത്ത് പുള്ളിയും വേഗം തലപ്പാവ് കെട്ടി. എനിക്ക് എന്താ നടക്കണത് മനസ്സിലായില്ല. എനിക്ക് ആക്ച്വലി സംഭവം കെട്ടണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചത് അധികം റേറ്റ് ഒന്നും ആവില്ലായിരിക്കും എന്നാണ് വിചാരിച്ചത്. അല്ലെങ്കിൽ ഇവർ തന്നെ നമുക്ക് കെട്ടിത്തരങ്ങുന്നതെന്ന് വിചാരിച്ചത്. പിന്നെയാണ് പുള്ളി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പുള്ളി പറയുന്നത് 60 ദിർഹമാണെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇവിടേക്ക് വന്നത് പോലും അത്ര റേറ്റിനില്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേണ്ടാന്നൊക്കെ പറഞ്ഞ് പുള്ളിക്ക് തലപ്പാവ കഴിച്ചെടുത്ത് പിന്നെ പുള്ളി ലാസ്റ്റ് സെറ്റ് ചെയ്ത് ഒന്നും കൂടി കെട്ടിത്തന്ന് 10 ദിർഹത്തിന് നമുക്ക് ചെയ്ത് തന്നു കേട്ടോ. ഇവിടെ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മളുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ലാതെ തന്നെ നമുക്ക് ക്വാഡ് ബൈക്കിംഗ് പോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിവിടെ സാൻഡ് സ്കൈ ഉണ്ട്, അതും ചെയ്യാം. പക്ഷേ ഞങ്ങൾക്ക് ആക്ച്വലി അതിനുള്ള സമയം കിട്ടിയില്ലായിരുന്നു. ക്വാഡ് ബൈക്കിങ്ങും ചെയ്യാൻ പിന്നെ നമ്മളങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സാൻഡ് സ്കൈ നമ്മുടെ പാക്കേജിൽ ഉൾപ്പെട്ട ഒരു സംഭവമായിരുന്നു. പക്ഷെ നമുക്കത് ആക്ച്വലി അത് ആരും അവിടെ അങ്ങനെ അധികം ചെയ്യണം നമ്മൾ കണ്ടില്ല. പിന്നെ നമ്മൾ ചെന്നപ്പോൾ തന്നെ അധികം ഇങ്ങനെ ഇരുട്ടായി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. പിന്നെ നമ്മൾ ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ അവിടെ ചെയ്തായിരുന്നു കേട്ടോ. അവിടെ പുറത്ത് ആക്ച്വലി നമുക്ക് ഫാൽക്കൺ ഇങ്ങനെ എടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. അതിൻ്റെ കണ്ണ് മൂടിയിട്ട് അവരൊരു കവർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ അവരിങ്ങനെ തുറന്ന് കാണിച്ചൊക്കെ തരുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിനും അവരൊരു 30 ദിർഹമാണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതെന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് നേരം പുറത്ത് കൂടുതൽ നേരം സ്പെൻഡ് ചെയ്തായിരുന്നു. കാരണം ആ വെളിച്ചം പോകുന്ന സമയത്ത് കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാനും പിന്നെ കുറച്ച് നേരം അതിൻ്റെ മുകളിൽ പോയി സ്പെൻഡ് ചെയ്യാനും. ഇന്നൂസാണെങ്കിൽ ഫുൾ അവിടെ ചെന്നിട്ട് മണ്ണിൽ കളിയായിരുന്നു. അതിങ്ങനെ നല്ല നനനത്ത ഇതാണല്ലോ മണലായതുകൊണ്ട് തന്നെ അവളിങ്ങനെ ഫുൾ അതിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി. പക്ഷെ എന്നാലും അവൾ ഫുൾ ഡ്രസ്സിലും അങ്ങനെയൊക്കെ ആക്കി. ഞങ്ങൾക്ക് താഴേന്ന് മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പാടായിരുന്നു കേട്ടോ. ഞാൻ തന്നെ ഒരു കണക്കിനാണ് വലിഞ്ഞു കയറി വന്നത്. ഇന്നൂസിനെ പിന്നെ അവർ ആദ്യം തന്നെ വേഗം എടുത്തുകൊണ്ട് പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോയി. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വേറെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഇതിൻ്റെ പുറത്തേക്ക് ഞങ്ങൾ വലിഞ്ഞു കയറി വന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ മുകളിൽ വന്നിട്ട് കുറേ ഫോട്ടോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഏരിയ ആണ്. നമുക്ക് ആ സൺസെറ്റിൻ്റെ ആ ഒരു സംഭവം ആ ഒരു വ്യൂ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇതായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇന്നൂസ് ഫുൾ നേരം മണ്ണിൽ കളിയായിരുന്നു. അവൾക്കത് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അങ്ങനെ നമ്മളധികം പുറത്തേക്ക് വിട്ട് മണ്ണിലൊന്നും നമ്മൾ അതിനധികം കളിപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യൂവിലാണ് നമ്മളുടെ ഈ വണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഭയങ്കര ഇതായിട്ടായിരിക്കും. അതായത് പുറത്തുനിന്ന് കാണുന്ന ഒരു വിഷ്വൽ എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പറാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് വണ്ടികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറി നിൽക്കുകയൊക്കെ വേണം. അവരവിടെ നിന്ന് അകലേന്ന് കാണിക്കും, നമ്മളോട് മാറി നിൽക്കാനൊക്കെ പറയും. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നിട്ടൊരു റീൽസ് ചെയ്തായിരുന്നു. അതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളാണ് ഈ കാണുന്നത് പറയുന്നത്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് റീൽസ് എടുത്തത്, ഭയങ്കര കാറ്റായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്യാമ്പിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന വഴി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരുവിധം കുറച്ച് ഇനി ഇരുട്ടി തുടങ്ങിയപ്പോഴേക്കും നമ്മൾ ക്യാമ്പിൻ്റെ അകത്തേക്ക് കയറിയായിരുന്നു. കാരണം നമുക്ക് അവിടെ ചെന്നിട്ട് വേണം സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ വേറെ കുറച്ച് പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ സീറ്റ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ടേബിൾ പോലെ അവർ ഇട്ട് വെച്ചിട്ടുണ്ടാവും. താഴെ ഇങ്ങനെ കുഷ്യനൊക്കെ ഇട്ടിട്ട് നമുക്ക് അപ്പോൾ അവിടെ ഇരുന്ന് പ്രോഗ്രാംസ് കാണാം. അതുപോലെ തന്നെ നമ്മളുടെ ഡിന്നർ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഡിന്നറൊക്കെ നമുക്ക്
പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് ഡ്രിങ്ക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. വാട്ടർ അങ്ങനത്തെ ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് പ്രോഗ്രാംസും ഒക്കെ നമുക്ക് ഫ്രീ ആണ്. അതുപോലെ തന്നെ ഇവിടെ സോഫ്റ്റ് ഡ്രിങ്ക്സും അതുപോലെ തന്നെ വാട്ടറും പിന്നെ സ്നാക്സും ഒക്കെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഒരു ഷോർട്ട് ക്യാമൽ റൈഡ് ഉണ്ട്, അതും നമുക്ക് ഫ്രീ ആണ്. ഇപ്പോൾ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ടാവാൻ പോകുന്നേ ഉള്ളൂ. അതുപോലെ നമുക്ക് ചായ കിട്ടും, ഇവരുടെ ചായ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കുടിക്കാൻ പറ്റും. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് തരുന്നതെന്ന് പറയുന്നത്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ക്യാമൽ റൈഡ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ക്യാമൽ റൈഡാണ്. ലോങ് ആയിട്ടുള്ള ക്യാമൽ റൈഡ് നമ്മൾ വേറെ എക്സ്ട്രാ പേ ചെയ്യണം. ഇന്നൂസിന് അവിടെ നിന്ന് ഒരു ചൈനീസ് ചേട്ടനെ കിട്ടിയായിരുന്നു. അവൾക്ക് ആരെങ്കിലും ഇങ്ങനെ കളിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിടില്ല. ഞങ്ങൾ ലാസ്റ്റ് വിചാരിച്ചു ഇനി ചൈനയിൽ പോയി എങ്ങാനും പിടിച്ചോണ്ട് വരുമോ എന്ന് വിചാരിച്ചു. അത് ഞങ്ങൾ വിചാരിച്ചത് ജാപ്പനീസുകാരാണെന്നാണ് വിചാരിച്ചിട്ട്. പിന്നെ അവിടെ ചെന്ന് ഞങ്ങൾ ജസ്റ്റ് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ചൈനക്കാരനാണെന്ന്. ചൈന എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ ചെറുതായി ഒന്ന് ഞെട്ടി. ഞങ്ങൾ ഫുൾ ടൈം ആ കൊച്ചിൻ്റെ കൂടെ കളിയായിരുന്നു അവിടെ.
അപ്പോൾ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ ഡിന്നറിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. അപ്പോൾ ഡിന്നറൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബുഫേ പോലെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് എടുക്കണമായിരുന്നു. ഈ ഫുഡിൻ്റെ സ്ഥലത്ത് മാത്രം അത്രയും ആളുകളിങ്ങനെ അത്ര ക്ഷമ പാലിക്കുന്നില്ല, എന്താ ഫുഡ് കഴിഞ്ഞു പോകുന്നുള്ള വിചാരത്തിലാണ് തോന്നുന്നത്. എല്ലാവരും വന്നിട്ട് ഭയങ്കര ധൃതി പിടിച്ചിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. തികച്ചും അറബിക് ഡിഷസൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അറബിക് രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ്. എനിക്കങ്ങനെ ഭയങ്കര താല്പര്യമൊന്നുമല്ല ഇവരുടെ ഫുഡെന്ന് പറയുന്നത്. ചിലതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ചിലതൊന്നും നമുക്ക് അങ്ങോട്ട് മനസ്സിന് പിടിക്കാത്ത സംഭവങ്ങളൊക്കെയാണ്. ഇവരുടെ അങ്ങനെ ഒരുപാട് സ്പൈസിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ലല്ലോ. സാലഡ്സൊക്കെ ഇവർ കൂടുതലായിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവരുടെ എല്ലാ സംഭവത്തിലും സാൻഡ്വിച്ചിലാണെങ്കിലും എല്ലാത്തിലും ഒരു പ്രത്യേകത ഇല, അത് ഈ കാണുന്നതാണ് ഇല, അതിട്ട് അതിൻ്റെ പേര് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. അതിനൊരു ഒരു കയ്പ്പ് പോലത്തെ ഒരു ടേസ്റ്റാണ്. ആ സംഭവത്തിൻ്റെ ടേസ്റ്റ് എനിക്ക് വായിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. സാലഡ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ റൈസ്, പിന്നെ ഒരു പുലാവ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. കാശ്മീരി പുലാവ് പോലത്തെ ഒരു സംഭവമായിരുന്നു. അങ്ങനത്തെ പിന്നെ കറിയായിട്ട് ദാൽ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പൊട്ടറ്റോ വെഡ്ജസ് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വൈറ്റ് സോസ് പാസ്ത ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളുടെ വേറെ കൺട്രീസ് കോണ്ടിനെൻ്റ് ഫുഡ്സും അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അറബിക് ഫുഡായിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് കേട്ടോ. ഇത് അവരുടെ ഒരു ഉമ്മുസ് അങ്ങനെ എന്തോ ഒരു പേരാണ്, ഞാൻ പേര് മറന്നുപോയി. അത് ഒരു സ്വീറ്റ് ഡിഷാണ് കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. കട്ട് ഫ്രൂട്ട്സിലാകെ വാട്ടർമെലൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എടുത്തില്ല, എനിക്കിഷ്ടമല്ല വാട്ടർമെലൺ. ഞാൻ പൈനാപ്പിളൊക്കെ പ്രതീക്ഷിച്ചു. പൈനാപ്പിളൊക്കെ വില കൂടുതലായതുകൊണ്ടായിരിക്കും. പിന്നെ അവർ സ്റ്റാർട്ടർ പോലത്തെ ഒരു സംഭവം തരുന്നുണ്ട്, കബാബും അതുപോലെ തന്നെ ചിക്കൻ്റെ ഒരു ഇതും തരുന്നുണ്ട് നമുക്ക്. അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ എടുത്ത് സെറ്റായി. ഞങ്ങളിങ്ങനെ സെക്ഷനായിട്ടാണ് പോയത്. കാരണം എല്ലാവരും കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് പോകുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ സെക്ഷനായിട്ടാണ് പോയത്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട ഫുഡ് എല്ലാം ഞങ്ങൾ കരസ്ഥമാക്കിയിട്ട് ഞങ്ങളുടെ സീറ്റിൽ വന്നിരുന്നു. ഞാൻ അങ്ങനെ എല്ലാ ഫുഡൊന്നും എടുത്തില്ല കേട്ടോ. എനിക്ക് കഴിക്കാവുന്ന ഫുഡേ എടുത്തുള്ളൂ, കുറച്ച് ഫുഡേ എടുത്തുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ പ്ലേറ്റ് എന്ന് പറയുന്നത്. കുറച്ച് റൈസ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഞാൻ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഞാൻ പറഞ്ഞ പോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അതുപോലെ തന്നെ വാട്ടറൊക്കെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കത് ചെന്ന് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ സെൽഫ് സർവീസാണ്, നമ്മൾ തന്നെ പോയി വാങ്ങിക്കണമെന്നൊക്കെ പറയും. പിന്നെ എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് പോയി വാങ്ങിച്ചത്. ഫുഡ് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചില ഫുഡൊന്നും എനിക്ക് അത്ര മനസ്സിന് പിടിക്കില്ല, എന്നാലും നമുക്ക് കുഴപ്പമില്ല. മാക്സിമം നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഫുഡാണ്. ഇന്ന് നമ്മുടെ മെയിൻ പ്രോഗ്രാമായ ബെല്ലി ഡാൻസ് ഇതാ.
ഡെസേർട്ട് സഫാരി വ്ളോഗിലുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ദിസ് ഇസ് നീതു സൈനിങ് ഓഫ്. ബൈ.